ഇത് നമ്മുടെ ചാലയാണ്. അപ്പോൾ ഇവിടെയാണ് പണ്ടൊരു ഗ്യാസ് ടാങ്കർ ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് അടച്ചിരിക്കുന്നു. അതായത് കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തുനിന്ന് ഒന്നുകിൽ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി കയറിയിട്ട് നമ്മുടെ BMHൻ്റെ സ്ഥലത്തേക്ക് പോയി ഇറങ്ങാം, അല്ലെങ്കിൽ അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് നേരെ കൂത്തുപറമ്പ് റോഡിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റും കൂത്തുപറമ്പ് വാഹനങ്ങളൊക്കെ ഈ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കൂടിയാണ് പോകുന്നത്. കാരണം ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കൂടി വഴിയുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും 2 വീലർ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഇതിലേക്ക് കൂടി കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു അതായത് കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൂടി പോകുന്നത്. ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ വാഹനങ്ങൾക്ക് റോഡിലേക്ക് കൂടി കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊന്നും ദേശീയപാത അധികൃതർ ഈ കറക്റ്റ് ചെയ്തില്ല. കാരണം ഈ ഭാഗത്ത് പണി നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാഹനങ്ങൾ നല്ല അതായത് വീഴാനൊക്കെ സാധ്യതയുണ്ട്, സ്കിഡായി വീഴാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതായത് വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇത്രയും പണി നടക്കുന്നുണ്ടെങ്കിലും ഒരു വാഹനങ്ങൾ സ്ലോ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. കാരണം സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നവരും കൺഫ്യൂഷനിലായിട്ടാണ് ആകെ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വരുന്നവർ അതായത് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് കൂടി വരുന്ന വാഹനങ്ങൾ ഒന്ന് സ്പീഡ് കുറച്ച് പോകുക. കാരണം ഇവിടെയിൽ ആൾക്കാർ കൺഫ്യൂഷനിലാണ്. കാരണം അവർക്ക് പോകാനുള്ള വഴി പെട്ടെന്ന് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ച ഈ ഒരു ചാലക്കുന്നിൽ വലിയൊരു ട്രാഫിക് ജാം, അതായത് ഈ ഒരു ചാലക്കുന്നിൻ്റെ ട്രാഫിക് ജാം കാരണം അങ്ങ് മേലേച്ചോവ് വരെയും അതുപോലെ തന്നെ കാൽടെക്സ് വരെയൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി കാലങ്ങളിൽ വരെ വലിയൊരു ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ ഒരു മേഖലയിൽ എത്തുമ്പോൾ ഒന്ന് സ്ലോ ആയി പോവുക. അതുപോലെ തന്നെ റോഡിലേക്ക് കയറി വരുന്ന സൈഡ് ഇവിടെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ റോഡിലേക്ക് കയറാനുള്ള പ്രധാന മാർഗം ഇത് മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് വേറെ വഴികളില്ല. അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഈ മെയിൻ ഹൈവേയിലേക്ക് കൂടി യാത്ര ചെയ്യുന്നവർ വാഹനം ഓടിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്. ബസ്സുകളൊക്കെ നമുക്ക് കാണാം പറന്നാണ് പോകുന്നത്. അത് അവർ പോകുന്നതെന്ന് വെച്ചാൽ നേരെ BMHൻ്റെ ഭാഗത്തേക്ക്, അതായത് നടാലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഉൾവഴിയോ കയറിയിട്ട് വേണം അവർക്ക് ഇതിലേക്ക് എത്താനായിട്ട്, കൂത്തുപറമ്പ് റോഡിലേക്ക് കയറാനായിട്ട്. അവർ മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഇതിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നത്. ഇപ്പോൾ ഈ കൂത്തുപറമ്പ് വാഹനങ്ങൾക്ക് ഈ റോഡിലേക്ക് കൂടി പാലത്തിലേക്ക് കൂടി കയറിയിട്ടാണ് പോകുന്നത്. അതവർക്ക് എങ്ങനെയാണ് കൂത്തുപറമ്പ് റോഡിലേക്ക് എത്താൻ പറ്റുക? അവർക്ക് കൂത്തുപറമ്പ് എവിടെയാണ് കൂത്തുപറമ്പ് പോകാനായിട്ട് ഇതിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്കാണ്. ഈ ഹൈവേ കയറിയിട്ട് BMHൻ്റെ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് വരണം. എങ്ങനെയാണ് പോകാൻ പറ്റുമെന്ന് പറയാമോ? കൂത്തുപറമ്പ് പോകണമെങ്കിൽ ഇപ്പം മെയിൻ വാഹനങ്ങളെല്ലാം പോകുമെന്ന് വെച്ചാൽ മേൽപ്പാലത്തിലൂടെ പോയി ബേബീൻ്റെ അടുക്ക വന്ന് റിട്ടേൺ അടിച്ച് വരിക. അണ്ടർപാസ് വഴി അമ്പലത്തിനടുത്തുള്ള അണ്ടർപാസ് വഴി തിരിഞ്ഞിട്ട് കൂത്തുപറമ്പിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതിലെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് പിന്നെ മറ്റേ ഇവിടുത്തെ കാടാച്ചിറക്കൊക്കെ പോവാം. കടച്ചർക്ക് അതിലെ പോവാം, അത് അറിയുന്നവർക്ക് പോവാം, ചെറിയ വാഹനങ്ങൾക്ക് പോവാം. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ബ്ലോക്ക് അല്ലേ ഇവിടെ? എന്താണ് ബ്ലോക്കാണ്? അപ്പോൾ അറിയാതെ എൻ്റെ വീടിന്റെ പിന്നെ മുറ്റത്ത് വരെ വണ്ടി വരുന്നുണ്ട്. ആണല്ലേ? വഴി മനസ്സിലാവാതെ. അപ്പൊ ഈ ഒരു റോഡ് ഇവിടെ സംവിധാനം കൃത്യമായിട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാ ദേശീയപാത അധികൃതർ? അതുകൊണ്ടെന്താ അതാ നമ്മൾ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അത് ചെയ്യാതെ? വാഹനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന റോഡ് എന്തുകൊണ്ട് അതിന്റെ സിഗ്നൽ കൊടുക്കുന്നില്ല? അപ്പൊ ഇതന്നെ നമ്മളെ ചോദ്യം. ഈ ഒരാഴ്ച ഭയങ്കരമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? കഷ്ടപ്പാടിന്റെ ഒരുപാടാണ്. അതായത് രാത്രി കാലങ്ങളിൽ വലിയൊരു ട്രാഫിക് കാലങ്ങളിൽ രാത്രി 12-1 മണി വരെയുള്ള നമ്മളെ വീടിന്റെ ഭാഗത്തുള്ള റോഡിൽ എൻ്റെ വീട് വരെ ഈ റോഡുള്ളൂ, ഈ കട്ട് റോഡുള്ളൂ. ചേട്ടൻ്റെ വീട് ഇവിടെയാണ്, അടുത്താണോ? ഈ കയറുന്ന റോഡാണ് എൻ്റെ. അതല്ല, ഇതെന്താണ് ഇവിടെ ഒരു പൊക്കം? ഇവിടെ എന്തുകൊണ്ടാണ് ഇവര് സർവീസ് റോഡാണ് ഇത്, കൂത്തുപറമ്പിലേക്കുള്ള സർവീസ് റോഡ്. അതിന്റെ പണി കഴിഞ്ഞില്ല. അതെ, ഇവിടെ ഒരു വാഹനം ഇപ്പൊ വീഴാനൊക്കെ പോയി, 2 വീലറുകാർ അധികം അപകടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഇതിലെ പോകുന്ന ആൾക്കാരും പതിയെ പോകാനായിട്ട് ശ്രമിക്കില്ല. നമുക്ക് റോഡ് ആർക്കും യാത്ര ചെയ്യാൻ കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമാണ്. ക്രോസ് ചെയ്യേണ്ടിക്കലോ അല്ല ക്രോസ് ചെയ്ത് ആ വഴിക്കൂട്ട പോണ്ടിക്കലോ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ ചേട്ടൻ ഇവിടുത്തെ ആളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ചേട്ടൻ എന്താണ് തോന്നുന്നത്? എന്താ തോന്നുക വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സാധാരണ ജനങ്ങൾക്ക് എന്താ വഴി? ആര് പറഞ്ഞാൽ കേൾക്കും? സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ. പറയേണ്ടവരില്ല, അവർ മിണ്ടുന്നില്ല. രാഷ്ട്രീയക്കാരുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാം ഈ രാജ്യത്തുണ്ട്. ഇവരാണ് ഇത് പറയേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇവരാണ്. അവരത് ചെയ്യുന്ന കാണുന്നില്ല. ഇപ്പൊ ഒരു ഭരണമാറ്റം വന്നുകൊണ്ടാണോ ഇതിപ്പോ പറയാത്തത്? ഭരണമാറ്റമൊന്നുമല്ല. ഇത് അനുഭവിക്കാൻ 2 കൊല്ലത്തിൽ ആശയം ഞങ്ങളെ അനുഭവിക്കാൻ പറ്റുന്നത്.
ഭരണമാറ്റം കൊണ്ടുണ്ടായ സംഭവം ഒന്നല്ല ഇത്. ഇപ്പൊ എല്ലാവരും കൺഫ്യൂഷനാണ്. നമുക്കിത് അവര് എങ്ങോട്ട് പോകണം, ഏത് ലെവൽ എവിടെ എത്തുന്നില്ല. ഒരു സിഗ്നൽ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടോ, അത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് വെച്ചത്. ഇന്ന് രാവിലെ ഞാൻ തിരിച്ച് അങ്ങോട്ട് വെച്ചു. എന്നിട്ടും ആ ഒരു വാഹനം അത് അവർക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അവർക്ക് കൂത്തുപറമ്പ് വഴി പോകേണ്ടി. പക്ഷെ അവര് കൺഫ്യൂഷനാണ്. ആണല്ലേ? അത് ഇവരും ഉണ്ടോ റിവേഴ്സ് എടുത്ത് പോകുന്നു. അപ്പൊ ഇതൊക്കെ അതായത് മര്യാദയ്ക്കുള്ള സൈൻ ബോർഡ് ദേശീയപാത വെക്കാത്തതുകൊണ്ടാണ്. അത് നിയന്ത്രിക്കാനും ആരുമില്ല, അത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. ചേട്ടന്റെ പേരെന്താണ്? ലക്ഷ്മണൻ. അതായത് ചാലക്കുന്നിൽ താമസിക്കുന്ന ലക്ഷ്മണൻ ചേട്ടന് സ്റ്റേഷൻ സ്റ്റോപ്പിൽ ചാല സ്റ്റേഷൻ അതാണ്. അവരിപ്പോ തിരിച്ചു പോകാൻ, അവർക്ക് നേരെ പോകാനുള്ളൂ അല്ലേ? അവർക്ക് അറിയില്ല, അവർക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതാണ് ഈ ചാലക്കുന്നിലെ അവസ്ഥ. അതായത് ജനങ്ങൾ കൺഫ്യൂഷനാണ്. മര്യാദയ്ക്കുള്ള ഒരു സൈൻ ബോർഡ്, അതായത് ഡീവിയേഷൻ ആണെങ്കിലും അത് മര്യാദയ്ക്കുള്ള സൈൻ ബോർഡ് പോലും ദേശീയപാത അധികൃതർ ഒരുക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രാഫിക് ജാം ഇവിടെ ഉണ്ടാവാനായിട്ട് കാരണം. ജനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ റോഡിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് കണ്ണൂർ മൗണ്ടൻ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഇവരോട് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാറ് വന്നിരിക്കുന്നത്. ചേട്ടാ എങ്ങോട്ടാ പോണ്ടേ? എവിടെ? അതായത് എസ് എ റോഡിലേക്ക് പോകാനായിട്ട് ഇതിന് പോകാൻ പറ്റുമോ? എസ് ഐ റോഡിൽ ഇതിലെ പോവാ. നിങ്ങൾ ഇവിടുന്ന് കാറ് തിരിച്ചില്ല, ഈ റോഡ് കയറിയിട്ട് അതിൻ്റെ അപ്പുറം റോഡുണ്ട്, അത് ലെഫ്റ്റിലാക്കി കയറുക. ഇത് ആളുകളൊക്കെ കൺഫ്യൂഷനാണ്. ഇത് നമ്മൾ അതായത് ഇവിടെ ഈ ഒരു വീഡിയോ എടുക്കുക, അതായത് നമ്മൾ നേരത്തെയും ഈ റോഡിൻ്റെ അതായത് നേരത്തെ ഈ താഴത്തേക്ക് കൂടി വരുന്ന വാഹനം അമിത വേഗതയിൽ വന്ന് ചെറിയ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈൻ ബോർഡും സ്പീഡ് കുറക്കാനുള്ള ഇതും വെച്ചാലും ചില വാഹനങ്ങൾ സ്പീഡ് കുറക്കുന്നില്ല. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.